വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മിക്സിയിൽ അരച്ചെടുക്കാൻ പോവാണ്. ഇതാ മാങ്ങയ്ക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും 2 പച്ചമുളക് അരിഞ്ഞ് വേണേ ഇടാൻ, അരച്ചു വിടാൻ. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കത്തി വെച്ചു, കടുക് പൊട്ടി ശകല ഉലുവ ഇട്ട് കൊടുക്കും. കുറച്ച് കറിയാക്കി വെച്ച് കൊടുക്കുക. ചതച്ച് വെച്ച് വെക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മൂട്ടിട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഒരുമാതിരി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി ചായപ്പൊടി ഇട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടി. അത്രേ ഉള്ളൂ. മാങ്ങാക്കറിയാണെങ്കിൽ എളുപ്പമാക്കാം. മാങ്ങാക്കറിയല്ല, മാങ്ങ അച്ചാർ. ഇഞ്ചിക്കാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. ഇഞ്ചി ശരിക്ക് സമയം എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രുചി ഇഞ്ചിക്ക് തന്നെയുണ്ട്. മാങ്ങ അച്ചാറിന് അതിൻ്റേതായിട്ടുള്ള രുചി. ഇത് മൂത്തിട്ടുണ്ട്. നമ്മൾ കായപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ കാശ്മീരി പൗഡർ തന്നെയാണ് എടുക്കുന്നത്. അതിന് എരിവ് കുറവാണല്ലോ, അതുകൊണ്ട് നല്ല മസാല എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എണ്ണ ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് ആ എണ്ണ ആവശ്യം വേണ്ടവർക്ക് നന്നായി എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് മൂപ്പിച്ചെടുക്കാം. എണ്ണ ഞാനിത് ഓൾറെഡി മൂപ്പിച്ച മസാലയൊക്കെ ആയിരുന്നു. ഉപ്പ് കല്ല് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു ശകലം വെള്ളം ഒഴിച്ച് വേവിക്കുന്നുണ്ട് ഈ മസാലയ്ക്കകത്തോട്ട്. കാരണം ഞാനിത് അധികം ദിവസം ഓണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല, അധികം ദിവസം വെക്കുന്നില്ല ഈ അച്ചാർ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും ഇച്ചിരി കൂടുതലിട്ടുണ്ടെങ്കിൽ ആ കുത്തൽ പോകാൻ വേണ്ടിയാണ്. അരപ്പെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. മാങ്ങ ഇട്ട് കൊടുക്കുന്നു. കാരണം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞാണ് വെന്ത് പോകും. ഈ ചൂടിൽ മാങ്ങ വെന്താൽ മതി, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. അന്നേരം അച്ചാറിനൊരു ടേസ്റ്റ് കാണത്തില്ല. അപ്പം എല്ലാവർക്കും ഓണം അടുക്കാറായില്ലേ. അപ്പം എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റിയ 2 കറികളാണ് പറഞ്ഞു തന്നേക്കുന്നത്. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കും.